വൈഷ്ണ എന്ന 23 വയസ്സുകാരുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ അവസാന നിമിഷം വരെ കിടന്നു പരിശ്രമിച്ച CPM-ന്റെ ധിക്കാരത്തിന്, ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന CPM-ന്റെ നടപടിക്കെതിരെ ബാലറ്റിലൂടെയുള്ള പ്രതികരണം ഉണ്ടാകും. 1000 ആര്യ രാജേന്ദ്രന്മാർ ഒന്നിച്ച് ജനിച്ച് ജീവിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചർക്കാങ്കിത ത്രിവർണ പതാക താഴ്ത്തിക്കെട്ടാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കോൺഗ്രസിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പരാജയം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് കോൺഗ്രസ് മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആര്യ രാജേന്ദ്രനല്ല, ആയിരക്കണക്കിന് ആര്യ രാജേന്ദ്രന്മാർ ഒരുമിച്ച് വന്നാലും കോൺഗ്രസിന്റെ ഒരു രോമം തൊടാൻ കഴിയില്ല എന്ന് ഇവർ തിരിച്ചറിയണം. ഇത്തരം നാലാംകിട രാഷ്ട്രീയം കളിച്ചല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. മാനം മര്യാദകൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, വികസനം ചർച്ച ചെയ്യണം. നിങ്ങൾക്കെതിരായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ജനങ്ങളോട് സംവദിക്കണം. നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെ കുറിച്ച് ജനങ്ങളോട് സംവദിക്കണം. അധികാരത്തിലിരിക്കുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടല്ലോ. തീർച്ചയായും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ നടപ്പാക്കുന്നുണ്ടോ അതിന്റെ കാർബൺ കോപ്പി കേരളത്തിൽ നടപ്പാക്കാൻ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള രണ്ടാം കിട നേതാക്കന്മാരും ശ്രമിച്ചാൽ അവർക്കെതിരായ മറുപടി ഉറപ്പായും ബാലറ്റിലൂടെ ഉണ്ടാകും.